അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. സ്വല്ലല്ലാഹു അൽഹംദുലില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹി വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. ഇന്ന് ആളുകൾ ഇന്നലത്തെ ക്ഷീണം കൊണ്ടും പല ആളുകളും വീട്ടിലെത്തിയിട്ടുണ്ടാവുള്ളൂ, തിരിച്ചു വന്നിട്ടില്ല. പതിവ് മുടക്കണ്ടെന്ന് കരുതിയിട്ട് നിന്ന് ഇരുന്നതാണ്. നമ്മൾ ആയത്തുൽ കുർസിയിലാണ് ഒരു മാസമായിട്ട് ചർച്ച ഉള്ളത്. അത് വലാ യുഹീതൂന ബിശൈഇൻ മിൻ ഇൽമിഹി ഇല്ലാ ബിമാ ശാ, അവിടെയാണ് എത്തിയിട്ടുള്ളത്. എല്ലാവർക്കും അറിയാം. ആയത്തുൽ കുർസി തുടക്കത്തിൽ നിന്നൊന്നങ്ങനെ കണ്ട് വായിച്ചാൽ ഓർമ്മ ഉണ്ടാവും. ഒരുപാട് വിഷയങ്ങൾ അതുമായി ബന്ധപ്പെട്ട് ഈ മൂന്നാഴ്ചകം പറഞ്ഞിട്ടുണ്ട്. അല്ലാഹു ലാ ഇലാഹ ഇല്ലാ ഹുവൽ ഹയ്യുൽ ഖയ്യൂം. ഇത് മറ്റൊരു ലോകത്തേക്ക് കൂടി ക്ഷണിക്കുന്നതാണ്. ലോകത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല തക്ലീഫ് കൊടുത്ത് തിരിച്ചറിവും കൊടുത്ത് ആദരിച്ച രണ്ട് വിഭാഗമാണ് ഈ ഭൂമിയിലുള്ളത്. ഒന്ന് മനുഷ്യന്മാരും അതുപോലെ തന്നെ ജിന്നുകളും. മലക്കൾക്ക് പിന്നെ തക്ലീഫല്ലല്ലോ, അവർക്ക് ഇബാദത്ത് ചെയ്യാതിരിക്കാൻ കഴിയില്ല. മലക്കുകൾ ദോഷം ചെയ്യാതിരിക്കുക എന്നുള്ളത് അത്ഭുതമല്ല, കാരണം അവൾക്കതിന് കഴിയൂല, ദോഷം ചെയ്യാൻ കഴിയൂല. മനുഷ്യന് കഴിയും, എന്നിട്ട് മാറിക്കണം. അപ്പൊ ഈ രണ്ട് വിഭാഗത്തിലാണ് അള്ളാഹുവിന്റെ ഇസ്മുകളെ കൊള്ളയടിച്ചുകൊണ്ട് അത് പ്രകടിപ്പിക്കുന്ന ആളുകളുണ്ട്. അള്ളാഹുവിന് മാത്രം അവകാശപ്പെട്ട ചില സംഗതികളുണ്ട്, അത് കൊള്ളയടിക്കുന്നത് നമ്മൾ കണ്ടുവിട്ടില്ല. ഏതാണ് സംഗതി? ഒന്ന് കിബിരിയ, ലഹുൽ കിബിരിയ, അവനാണ് കിബിർ എന്ന് ഖുർആൻ പറഞ്ഞിട്ടുണ്ട്. അത് കൊള്ളയടിക്കുന്ന ആളുകളാണ് മനുഷ്യന്മാർ. കൊള്ളയടിച്ചിട്ട് മനുഷ്യൻ എവിടം വരെ എത്തുമെന്ന് വെച്ചാൽ ഞാനാണ് പടച്ചോനെ എന്ന് വരെ പറഞ്ഞെത്തി അതിന്റെ മേലും പറയാൻ ശ്രമിച്ച ആളുകളുണ്ട്. ഞാൻ വലിയ പടച്ചോൻ, അതിന്റെ താഴെയാണ് അള്ളാഹ് പറഞ്ഞ ആളുകളുണ്ട്. അവരെ മുഴുവനും മുച്ചൂടൻ നശിപ്പിക്കുകയാണ് ഈ ഒരു വാക്കുകൊണ്ട്. അല്ലാഹു ലാ ഇലാഹ ഇല്ലാ ഹു. അത് അവരുടെ പെരടിക്കും മണ്ടക്കുള്ള കോടാലിയാണ്. ഇനി അവരെ അനങ്ങൂല. അല്ലാഹു ലാ ഇലാഹ ഇല്ലാ ഹു. അതോടുകൂടി ലോകത്തുള്ള എല്ലാ ആൾദൈവങ്ങളും നിഷ്പ്രഭമായി, നാമാവശേഷം ആദർശപരമാണ്. ഞങ്ങൾക്ക് അഡ്രസ് ഇല്ല. ആ അള്ളാഹിനെ കുറിച്ച് അള്ളാഹ് ആരാണെന്നുള്ള മേൽവിലാസം പറയും കൂടി ചെയ്തു. ഖുൽ ഹുവല്ലാഹു അഹദ് അല്ലാഹു സ്വമദ് ലം യലിദ് വലം യൂലദ് വലം യകുൽ ലഹു കുഫുവൻ അഹദ്. ഇനി ഇതിന്ന് ആരെങ്കിലും ഞാനാണ് അള്ളാഹ് ദൈവം എന്നൊക്കെ പറഞ്ഞു വരികയാണെങ്കിൽ ഈ 4 വിഷയം വെച്ചിട്ട് നമ്മൾ പരിശോധിക്കും, അതിൽ കുടുങ്ങും ചെയ്യും. അതുകൊണ്ട് എല്ലാ ആൾദൈവങ്ങളെയും പ്രതിഷ്ഠകളെയും പ്രതിമകളെയും അഹങ്കാര വാദങ്ങളെയും അള്ളാഹു മുഴുവനും നശിപ്പിച്ചു, നിർവീര്യമാക്കി. സ്ഫോടനാത്മകമായ വാക്കുകളെ കൊണ്ട് അല്ലാഹു ലാ ഇലാഹ ഇല്ലാ ഹു. അതിന്റെ അർത്ഥങ്ങളും തഫ്സീറൊക്കെ മുമ്പ് ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഇനിയുള്ളത് നമുക്ക് നമ്മളെ കുറിച്ചൊരു തോന്നല. അത് കാഫിറായിക്കൊള്ളുന്നില്ല, എല്ലാവർക്കും തോന്നാം. ഞാനിവിടെ കാര്യങ്ങളൊക്കെ നടത്തുന്നത് ഞാനാണ്, കയ്യൂമ്മ ഞാനാണ്, എന്റെ ജീവിതകാലത്ത് ഞാൻ ചെയ്താണിത് കാര്യം മുഴുവനും എന്നൊരു തോന്നൽ. അതിനെ അള്ളാഹു നശിപ്പിക്കാണ്. അൽ ഹയ്യുൽ ഖയ്യൂം. ഇവിടെ ഹയ്യ അള്ളാഹ് മാത്രമേ ഉള്ളൂ, വേറെ ആരുമില്ല. ആരവിടെ ഹയ്യുള്ളത്? ഇന്നക മയ്യിത്തുൻ വ ഇന്നഹും മയ്യിത്തൂൻ എന്ന് ഖുർആനാണ്. ഇത് പറഞ്ഞ ആരോടാ? മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം. ജനങ്ങൾ കൊണ്ടുപോയിട്ട് ശീലി പോയിട്ട് മറയണത് ലാസ്റ്റ് പ്രോഗ്രാമാ. സത്യത്തിൽ ജനിക്കുമ്പോൾ തന്നെ മനുഷ്യൻ മരിക്കുകയാണ്. അതല്ല ഇന്നക്ക മയ്യത്തിനോ ഇന്നും മയ്യത്തും എന്ന് പറഞ്ഞത്. മരണം തുടങ്ങണ ജനനത്തോടുകൂടിയാണ്. ഇന്നക്ക മയ്യത്തെന്ന് പറയണത് മുമ്പിലുള്ള ആളെ കുറിച്ചാണ്. ഇന്നക്ക ആ മുഹാത്തബ് മുഹമ്മദ് മുസ്തഫയാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം. സൂറത്തു സുമർ, ഇന്നക്ക മയ്യത്തുൻ വ ഇന്നഹും മയ്യത്തുൻ. അപ്പൊ ഇപ്പൊ ഇളകണ മയ്യത്ത്, ഖബർ പോകുമ്പോ ഇളകാത്ത മയ്യത്ത്, അത്രേ ഉള്ളൂ. ഓരോ സമയങ്ങളും നിമിഷങ്ങളും മൗത്തിലേക്ക് മനുഷ്യൻ യാത്ര ചെയ്തുകൊണ്ടിരിക്കുക. അവിടെ ആരും ഹയ്യില്ല എന്നല്ല പറയണേ. നേരത്തെ ഇല്ല, ഇനി കുറച്ച് കഴിഞ്ഞാലും ഇല്ല. ഇടയിലൊരു പാലം കയറാ, ഇതിനെ ഹയ്യെന്ന് പറയും. അല്ല, ചില മഹാന്മാര് തൗഹീദിൽ 6 അടി അവസാനം ലാ മൗജൂദ ഇല്ലല്ലാ, ലാ മൗജൂദ ഇല്ല എന്ന് പറയാൻ കാരണം എന്താ? ഇവർക്ക് ഹയ്യായിട്ട് അള്ളാഹിനെ മാത്രമേ മനസ്സിലാകണുള്ളൂ. വേറെയുള്ളൊന്നും ഒക്കെ ഓരോ കോലങ്ങളും ചിത്രങ്ങളും കുമിളകളുമാണ്. അതിനൊക്കെ എങ്ങനെ ഹയ്യെന്ന് പറയാം? നേരത്തെ ഇല്ല, ഇനി കുറച്ച് കഴിഞ്ഞാലും ഇല്ല. ഇടയിൽ പൊന്തിയൊരു സാധനം കൂനമാതിരി. ഈ മഴയത്ത് പാറ തന്നെ പാറ്റകളെ പോലെ അതിനൊക്കെ ഹയ്യെന്നൊക്കെ പേരിട്ട് കാര്യമുണ്ടോ? അത്രേ ഉള്ളൂ. ഹയ്യ് ഇവിടെ അള്ളാഹ് മാത്രമാണ്. അതുകൊണ്ട് ഹയാത്തോണ്ട് ആരും അഹന്തയിലേക്ക് വരണ്ട. ഖയ്യൂം
നിങ്ങള് രാജാവെന്നോ മന്ത്രിയെന്നോ എന്ത് വരിട്ടാലും വേണ്ടില്ല, കയ്യും അല്ല, കാര്യങ്ങളൊക്കെ നിയന്ത്രിക്കണ അല്ല. അതിനല്ല അതിന് ശേഷം പറഞ്ഞിട്ട് ലാത്തൂലാനും കയ്യും ഉറങ്ങാൻ പാടില്ലല്ലോ. എല്ലാം നിയന്ത്രിക്കുന്ന ആള് ഉറങ്ങാൻ പാടില്ല. അതിനർത്ഥം ഉറങ്ങണ സമയത്ത് നിയന്ത്രിക്കണില്ല എന്നല്ലേ. മനുഷ്യൻ അവന്റെ ശരീരം തന്നെ നിയന്ത്രിക്കാൻ പറ്റണില്ല. കാരണം ആകെയുള്ള 60 കൊല്ലത്തിന് 30 കൊല്ലം ഉറങ്ങുക, എന്നിട്ട് പിന്നെ എങ്ങനെ കയ്യുമെന്ന് പറയാം? അല്ല ഉറങ്ങൂല, കാരണം അവൻ കയ്യുമാണ്. ഓരോന്നും അതിന്റെ വിശദീകരണം ഫാത്തിയിലൊക്കെ അങ്ങനെ തന്നെയാണ്. ഖുർആൻ അങ്ങനെ പഠിച്ചാൽ ഭയങ്കര അത്ഭുതമാണ്. ഒരായത്തിന്റെ മറുപടിയാണ് മറ്റേ ആയത്ത്. ഏത് എല്ലാത്തിലും അങ്ങനെയാണ്. നാളെ ഒരു സുഹൃത്ത് ഇങ്ങനെ ക്ലാസ് എടുക്കുമ്പോൾ പറയുന്നുണ്ട്, പിന്നെ ഖുർആനിൽ ചോദ്യം മറുപടി ഇല്ല, എന്നിട്ട് ഇങ്ങനെ എണ്ണുണ്ട്, ഒക്കെ പ്രസ്താവനകളാണ്, അത് ഉള്ളു വായിക്കാത്തോണ്ടാണ്, ഒക്കെ ചോദ്യം മറുപടിയാണ്. അപ്പൊ നിങ്ങളോക്കോ അൽഹംദുലില്ലാ, സർവ്വസ്തുതിയും അല്ലാഹ്ക്കാണ്. അപ്പൊ ഒരു ചോദ്യം, എന്തേ കാരണം അങ്ങനെ എല്ലാ സ്തുതി അള്ളാഹ് കൊടുക്കാനോ ചോദ്യം. അതിന് മറുപടി റബ്ബിൽ ആലമീൻ, അവനാണ് ലോകങ്ങളുടെ നീ എന്താവും, അവനക്ക് തന്നെ എല്ലാ സകല സ്തുതിയും കൊടുക്കണ്ട്, അതുകൊണ്ടാണ് സകല സ്തുതി അള്ളാഹ്ക്ക് കൊടുത്തതെന്ന്. അപ്പൊ ഒരു ചോദ്യം, ലോകങ്ങൾ നിയന്ത്രണം അല്ലേ? റബ്ബ് എന്നൊക്കെ അറബികൾ കേട്ടൊരു അത്ഭുതമാണ്. കാരണം ഈ റബ്ബ് അർബാബ് ഇപ്പോഴും ആ പ്രയോഗം അറബ് നാട്ടിലുണ്ട്. അപ്പൊ അതൊക്കെ എന്ന് പറഞ്ഞാൽ ഒരുപാട് കാലം പണിയെടുപ്പിക്കുക, പൈസ കൊടുക്കണില്ല, ഭക്ഷണം കൊടുക്കണില്ല, വസ്ത്രം കൊടുക്കണില്ല, അങ്ങനെ അടിയങ്ങളെ അല്ലെങ്കിൽ കീഴിലുള്ള പിന്നെ തൊഴിലാളികളൊക്കെ മെരുക്കി കീഴ്പ്പെടുത്തി കഷ്ടപ്പെടുത്തുന്ന അർബാബുകളാണുള്ളത്. അപ്പൊ അവർക്കൊരു പഠിച്ചവനെ എന്റെ അർബാബിന്റെ കാര്യം എനിക്കറിയാം. അപ്പോ അള്ളാഹ് അർബാബ് റബ്ബൊക്കെയാണ് ഇതിനേക്കാളും കുറച്ച് പരുക്കം സ്വഭാവമായിരിക്കും തോന്നുകയാണെങ്കിൽ അതിന് മറുപടി ഇല്ല, എന്റെ അർബാബായിരുന്നല്ല റഹ്മാൻ. ഈ കുതിര കളിച്ചാലും അന്വേഷിക്കൂല, നല്ല കളിച്ചവർക്ക് വേറെ ചോറ് കൊടുക്കുന്നില്ല, എല്ലാരെയും ഒരുപോലെ നോക്കുന്ന ആളാണോ അവനുണ്ട് റഹ്മാൻ. കണ്ടോ? അപ്പൊ ഒരു സംശയം, കുതിര കളിച്ചാലും പിടികൂടൂല, നല്ല ചെയ്തിച്ചിട്ട് പ്രത്യേകിച്ച് അവനൊരു സമ്മാനമൊന്നും കൊടുക്കണില്ലെങ്കിൽ എങ്ങനെയും കുതിര കളിച്ച് നടക്കാമല്ലോ. അപ്പൊ അതിന് മറുപടി ഇല്ലല്ലേ റഹീം, അത് ഇവിടെ മറ്റോടത്തെ റഹീമാണ്. അപ്പൊ ഒരു സംശയം, മറ്റോടത്ത് നമ്മൾ വേറെ പരലോകത്തെ റഹീമോ? അപ്പൊ അങ്ങനെ ലോകമുണ്ടോ? അപ്പൊ അതിനോട്ടുണ്ട് മാലിക് യൗമിദ്ദീൻ. എന്ത് രസാ ഉള്ളുക്കുടി പോയാലും കാര്യങ്ങള്. ഖുർആൻ മൊത്തം അങ്ങനെയാണ്, ആയത്തുൽ കുർസി അങ്ങനെ തന്നെയാണ്. ഒന്നിന് മറുപടി ഒന്നിനോട്. കയ്യുമാണെങ്കിൽ ഉറങ്ങാൻ പാടില്ല, കാരണം ഉറങ്ങണ സമയത്ത് കയ്യുമാവൂല. ഡ്രൈവർ അതിന്റെ കയ്യുമാണ്, സായിക്ക് കയ്യുമാന്ന് വിട്ടാ ഉറങ്ങി എങ്ങനെ ഉണ്ടാവും? അപ്പൊ കയ്യുമാൻ പറ്റൂല. അള്ളാഹ് ഉറങ്ങാത്തവനാണ്. ഉറങ്ങാത്തവനെന്ന് മാത്രമല്ല, മയങ്ങൂല്ല, തൂക്കി ഉറക്കില്ല, ഫുള്ള് ഉറക്കില്ല. മൂലം. അപ്പൊ ലാ തഹുദുനത്തും മൂലം ആർക്കാ പറയാൻ പറ്റുക? ഓനെ കയ്യുമാൻ പറ്റുള്ളൂ, മനുഷ്യനെ പറ്റൂല. അതുകൊണ്ടോ കയ്യുമല്ല. എന്ത് രസാണ്. ലഹും. പിന്നെ ഒരു അഹങ്കാരം വേറെ കോലത്തിൽ വരും. സംഗതി ഞാൻ ഉറങ്ങാണ്, മറ്റാണെങ്കിൽ എന്റെ പണിക്കാരൊക്കെ ഉണ്ട് ഇവിടെ, അധികാരം അതും ഇതൊക്കെ എന്റെ തന്നെയാണ്, അധികാരം കുറെ എനിക്കുണ്ട് വരുമ്പോ അതിനോട് ഇല്ല. ലഹു മുൽക്കു സമാവാതി വൽ അർദ്, ആകാശങ്ങളുടെയും ഭൂമികളുടെയും നിന്റെയും അധികാരം അള്ളാഹ്ക്ക് മാത്രമാണ്. സൃഷ്ടിപ്പിലും അവകാശത്തിലും അടിമത്തത്തിലും നീ അള്ളാന്റേത് മാത്രമാണ്. നിന്നെ സൃഷ്ടിക്കുമ്പോ ജിബി ഇസ്ലാമിനോട് വരെ മുഷാവറ ചെയ്തിട്ടില്ല, കൂറായിട്ടില്ല. മനുഷ്യനെ സൃഷ്ടിക്കണയിൽ അള്ളാഹു തആല പാർട്ണർമാരുണ്ടോ? അള്ളാഹ്ക്ക് പാർട്ണർമാരുണ്ടോ? ആകാശം സൃഷ്ടിക്കണയിൽ അള്ളാഹു തആലക്ക് നേരത്തെ ഒരു പ്ലാൻ ഉണ്ടോ? നമ്മൾ എന്ത് കാര്യം സൃഷ്ടിക്കുകയാണെങ്കിലും നേരത്തെ ഒരു പ്ലാൻ വരച്ചിട്ട് ആ പ്ലാൻ അടിസ്ഥാനത്തിൽ സൃഷ്ടിക്കുക. മാത്രമല്ല ഇതിന്റെ ചേരുവകള്, ഇതിന്റെ മെറ്റീരിയൽസ് നേരത്തെ കൊടുന്നിച്ചിട്ടുണ്ടാവും അല്ലേ? ഏത് കാരണം എന്തുണ്ടാക്കണമെങ്കിലും ആദ്യം മെറ്റീരിയൽ ഉണ്ടാവില്ലേ? പുര ഉണ്ടാക്കണമെങ്കിൽ മെറ്റീരിയലേ, പുസ്തകം ഉണ്ടാക്കണമെങ്കിൽ മെറ്റീരിയലേ, സോപ്പ് മട്ടി ഉണ്ടാക്കണമെങ്കിൽ മെറ്റീരിയലേ. പക്ഷെ ആകാശം ഉണ്ടാക്കാൻ അള്ളാഹു തആല നേരത്തെ മെറ്റീരിയൽ കൊടുക്കണം. അതിനാണ് ബദീ എന്ന് പറയാം. ബദീ, മുൻ പ്ലാൻ ഇല്ലാതെ, അതിനാണ് ഫാത്തിർ എന്ന് പറയാം. മെറ്റീരിയലും ഇല്ല, പ്ലാനും ഇല്ല. കുന്ന് പറയുമ്പോ ഫേക്കൂൺ. അള്ളാഹ്ക്ക് മാത്രമേ ഉള്ളൂ. കാരണം അധികാരം അള്ളാന്റെ അടുത്താണ്. എല്ലാത്തിന്റെ അധികാരം അള്ളാന്റെ അടുത്താണ്. നമ്മുടെ അധികാരം നമ്മുടെ അടുത്താണെങ്കിലും മുടി എങ്ങനെ വെളുക്കണ്? കറുത്ത മുടി ഇങ്ങനെ വെളുത്തോണ്ടിരിക്കുകയാണ്. പെയിന്റ് മാറുമ്പോൾ നമ്മൾ അറിയണില്ല. സാധനം എന്റെ ആണെങ്കിൽ പെയിന്റ് മാറും. എനിക്കിഷ്ടമില്ലാത്തൊരു പെയിന്റ് എന്റെ തലയിൽ എങ്ങനെ വരാം? എനിക്കിഷ്ടമില്ലാത്തൊരു പെയിന്റ് എന്റെ തലയിൽ എങ്ങനെ വരാം? ഇത് സാധനം എന്റേതാണെങ്കിൽ എനിക്ക് വെള്ളം ഇഷ്ടമല്ല, എനിക്കൊന്നും കറുത്തതാവണമെന്ന് എന്റെ തീരുമാനം. പക്ഷെ പെയിന്റ് മാറുന്നു. കാരണം എന്താ? രോമന്റേതല്ല. എന്റെ തൊലി എല്ലാ ദിവസം ഇങ്ങനെ കുട്ടപ്പനായിട്ട് നേർന്ന് ഉഷാറായിട്ട് നിൽക്കണം എന്ന് എന്റെ ഇഷ്ടം. പക്ഷെ ചുളിന്, കാരണം തൊലിന്റെ അല്ല. എന്റെ പള്ള ഉഷാറായിട്ട് നിൽക്കണം എന്ന് ഇഷ്ടം. പക്ഷെ എനിക്ക് വേദനയാണ്, കാരണം പള്ളന്റെ അല്ല. എന്റെ പല്ല് എന്നും ഇങ്ങനെ നിൽക്കണം എന്ന് ഇഷ്ടം. പക്ഷെ പല്ല് വേദനയാണ്, കാരണം പല്ലിന്റെ അല്ല. ഇതൊക്കെ വേറെ ആളുതാണ്. ലഹു മുൽക്കു സമാവാതി വൽ അർദ്. പിന്നെന്താ? ലഹു മുൽക്കു സമാവാതി വൽ അർദ്. നല്ലത്. ഇൻഷാ അല്ലാഹ് നമുക്ക് തുടരാം. ഇത് ഞാൻ നേരത്തെ പറഞ്ഞതിന് പുറമെ അതിന്റെ സൈഡിൽ കൂടി ഒന്ന് പോയതാണ്, അടുക്കളത്തേക്ക് പോയതല്ല. ഇതിങ്ങനെ ഓരോന്ന് ഇത് ഭയങ്കര രസം. ഇങ്ങനെ പിടിച്ച ഇത് ഭയങ്കര രസാ. ഇങ്ങനെ കൈ ഇങ്ങനെ പിടിച്ചാല് ഇത് നമുക്ക് സാധനങ്ങൾ വാങ്ങാനുള്ള ഒരു അരിപ്പയാണ്. ഇങ്ങനെ പിടിച്ചാല് സൂചിയാണ്, ഇങ്ങനെ പിടിച്ചാൽ കുന്താണ് അല്ലേ?
ഇതൊക്കെ കൈ തന്നെയാണ്. അതുപോലെ ആയത്തോണ്ട് പല കളിയും കളിക്കാം. അപ്പൊ അതിന്റെ തഫ്സീറും അർത്ഥമൊക്കെ നേരത്തെ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ സൈഡ് കൂടി ഇങ്ങനെ പോയി കാണിച്ചതാണ്. ഓരോന്നിനെ അരിഞ്ഞ് വെട്ടി നിരത്തി ഇങ്ങനെ പോകുന്ന കോടാലികളാണ് ഓരോ ആയത്തും എന്നതിന് സാമ്പിൾ കാണിച്ചെന്നാണ്. മറ്റു വാങ്ങലിലേക്ക് നമുക്ക് പിന്നടക്കാം. എല്ലാവർക്കും ക്ഷീണമുണ്ട്, ഉറങ്ങാത്ത നിങ്ങളെ ഭാഗ്യം. ചില ആളുകൾ അറിയാതെ ഉറങ്ങണുണ്ട്. പിന്നെ എന്ന് വരുന്ന കുറെ ആളുകൾ സ്വാഭാവികമാണ് വരിയിലെത്തിയിട്ടുള്ളൂ. അപ്പൊ ഇങ്ങനെ കണ്ട് വരുമൊന്നുമില്ല. വന്ന ആളുകൾ തന്നെ അവർ ഈ ആയത്തിനെ കുറിച്ച് ലയിക്കാനുള്ള തിടുക്കം കൊണ്ട് വന്നതാണ്. അള്ളാഹു ഖൈറാക്കട്ടെ, കബൂലാക്കട്ടെ, അള്ളാഹു സ്വീകരിക്കട്ടെ. അള്ളാഹു നമ്മളെ ഒത്തുകൂടൽ നാളെ സ്വർഗത്തിലേക്കുള്ള ഒത്തുകൂടലാണ് അള്ളാഹു തആല ഇതിൽ സംഭവമാക്കി തെറ്റ്. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ് യാ റബ്ബി സ്വല്ലി അലൈഹി വസല്ലം അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിനാ മൗലാനാ മുഹമ്മദ് اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات اللهم يسر يسيرنا وسهل أمورنا واقض ما في ضمائرنا وأد ديوننا واكشف كروبنا وازل همومنا وطول أعمارنا واشف أمراضنا واجعلنا من أهل الحق واليقين والتقوى والتوكل والمغفرة والإخلاص والتوبة النصوح ولل النافع يا رب يا رحمن يا الله يا كريم يا جليل يا حليم يا عليم يا سميع يا بصير يا حكيم ودود برحمتك يا أرحم الراحمين واغفر لمن دفنوا حول هذا المسجد ولجميع المؤمنين برحمتك يا ارحم الراحمين وصلى الله تعالى وسلم على خلق سيدنا محمد وآله وصحبه اجمعين سبحان ربك رب العزة عما يصفون وسلام على المرسلين الحمد لله رب العالمين اشهد ان لا اله الا الله استغفر الله اسالك الجنة واعوذ بك من النار اشهد ان لا اله الا الله استغفر الله اسالك الجنة واعوذ بك من النار اشهد ان لا اله الا الله استغفر الله اسالك الجنة واعوذ بك من النار اللهم اعتقني من النار وادخلني الجنة يا رب العالمين اللهم اعتقني من النار وادخلني الجنة يا رب العالمين اللهم اعتقني من النار وادخلني الجنة يا رب العالمين اللهم انك عفو تحب العفو فاعف عني اللهم انك عفو تحب العفو فاعف عني اللهم انك عفو تحب العفو فاعف عني السلام عليكم ورحمة الله وبركاته.